ബട്ടൺ സോഫ്റ്റ്വെയറിൻ്റെ 6ാമത്തെ വീഡിയോയിൽ ഇനി അതിൽ കുറച്ച് ഫീച്ചേഴ്സുകൾ കൂടിയുണ്ട്. അത് ഈ ഒരു വീഡിയോയിൽ നമുക്ക് അവസാനിപ്പിക്കാൻ തോന്നുന്നുണ്ട്. നേരത്തെ നമ്മൾ ഇവിടെ ഡിവൈസും സെൻഡ് മെസ്സേജുകൾ, വെൽക്കം മെസ്സേജ്, ഓട്ടോ റീപ്ലൈ, ടെംപ്ലേറ്റ് എന്ന ഭാഗത്ത് വരെ നമ്മൾ എത്തിയിട്ടുണ്ടായിരുന്നു. ഈ സെൻഡ് മെസ്സേജിൻ്റെ ഭാഗത്ത് കോൺടാക്റ്റുകൾ ആഡ് ചെയ്യുന്ന സമയത്ത് നമുക്ക് വേണമെങ്കിൽ വീണ്ടും അവർക്ക് തന്നെ മെസ്സേജ് അയക്കണമെന്നുണ്ടെങ്കിലൊക്കെ എന്ത് ചെയ്യാൻ പറ്റും, ആ കോൺടാക്റ്റുകൾ സേവ് ചെയ്തുകൊണ്ട് സൂക്ഷിക്കാനുള്ളതാണ് കോൺടാക്റ്റ് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ. ഇപ്പോൾ നേരത്തെ ഞാൻ 520 ആളുകൾക്ക് മെസ്സേജ് അയച്ചിരുന്നു. ആ മെസ്സേജ് അയച്ച കോൺടാക്റ്റ് ഞാൻ എന്ത് ചെയ്തതാണ്, ഇവിടെ സേവ് ചെയ്ത് വെച്ചു. ഇനി ജസ്റ്റ് എനിക്ക് ഇമ്പോർട്ട് ആൾ കൊടുത്ത് വീണ്ടും എന്ത് ചെയ്യാൻ പറ്റും, അവർ ആ മെസ്സേജിൻ്റെ ഭാഗത്തേക്ക് തന്നെ കൊണ്ടുപോകാൻ പറ്റുന്ന ഒരു ഓപ്ഷനാണ് കോൺടാക്റ്റ് എന്ന ഭാഗത്തുള്ളത്. ഓക്കെ, അപ്പോൾ സെൻഡ് മെസ്സേജിൽ ആ മെസ്സേജിൽ നമുക്ക് ആവശ്യപ്പെട്ട 1000 കോൺടാക്റ്റ് ഉണ്ടായിരുന്നു. 1000 കോൺടാക്റ്റുകൾ നമ്മൾ മാനുവലായിട്ട് അവിടെ ഇമ്പോർട്ട് ചെയ്ത് കൺട്രി കോഡൊക്കെ കൊടുത്തു. എല്ലാ സമയത്തും ഇങ്ങനെ കൊടുക്കുന്നത് നമുക്ക് ബുദ്ധിമുട്ടാണ്. ആ സമയത്ത് അവിടെ കോൺടാക്റ്റ് സേവ് ചെയ്യാനുള്ള ഓപ്ഷൻ അവൈലബിൾ ആയിട്ടുണ്ടാവും. ആ കോൺടാക്റ്റ് സേവ് ചെയ്താൽ ഈ ഭാഗത്താണ് കോൺടാക്റ്റുകൾ വരും. ഓക്കെ, രണ്ടാമത് അൺസബ്സ്ക്രൈബ്ഡ് എന്നുള്ളൊരു ഓപ്ഷനാണ്. ഞാനതിൽ ക്ലിക്ക് ചെയ്യുന്നില്ല. ചില ആൾക്കാരൊക്കെ നമ്മുടെ ചാനൽ നമ്മൾ മെസ്സേജ് അയക്കുമ്പോൾ അൺസബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ടാവും. അപ്പോൾ അവരുടെ ഡാറ്റകൾ അവിടെ വിസിബിൾ ആവുന്നതുകൊണ്ട് ഞാനത് ചെയ്യുന്നില്ല. അപ്പോൾ നമ്മുടെ മെസ്സേജുകൾക്ക് താഴെ അൺസബ്സ്ക്രൈബ്ഡ്, അതായത് ഞാൻ നേരത്തെ ഈ ലിസ്റ്റ് മെസ്സേജിൻ്റെ ബട്ടൺ മെസ്സേജിനെ കുറിച്ച് പറഞ്ഞിരുന്നല്ലോ, ആ ബട്ടണിൽ അൺസബ്സ്ക്രൈബ് എന്നുള്ളൊരു ഓപ്ഷൻ നമ്മൾ കൊടുക്കുന്ന സമയത്ത് അൺസബ്സ്ക്രൈബ് എന്നുള്ളതിൽ ക്ലിക്ക് ചെയ്യുന്നതോടുകൂടി പിന്നീട് അദ്ദേഹവുമായി ബന്ധപ്പെട്ട ഒരു ചാറ്റിങ് നമുക്ക് ചെയ്യാൻ പറ്റില്ല, അത് ബ്ലോക്കായിട്ട് വരും. ഓക്കെ, പിന്നീട് നമുക്ക് വേണമെങ്കിൽ അത് ഡിലീറ്റ് ചെയ്തിട്ട് എന്ത് ചെയ്യാം, വീണ്ടും അയാളായിട്ട് ചാറ്റ് ചെയ്യാൻ പറ്റും. അദ്ദേഹത്തിന് ഇങ്ങോട്ട് മെസ്സേജ് അയച്ച് ചിലപ്പോൾ നമ്മളിതൊക്കെ കാണും. പക്ഷേ നമുക്ക് അങ്ങോട്ട് മെസ്സേജ് അയക്കണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം, ആ അൺസബ്സ്ക്രൈബ്ഡ് എന്നുള്ളത് ഡിലീറ്റ് ചെയ്യണം. ഓക്കെ, പിന്നെ അടുത്തൊരു ഓപ്ഷൻ ഇത് നമ്പർ ഫിൽറ്ററാണ്. ഇപ്പോൾ നമ്മുടെ അടുത്ത് ചിലപ്പോൾ ഒരുപാട് കോൺടാക്റ്റുകൾ ഉണ്ടാവും. പല സ്ഥലങ്ങളിൽ ചിലപ്പോൾ നമ്മൾ കോൺടാക്റ്റുകൾ പർച്ചേസ് ചെയ്തിട്ടുണ്ടാവും, എക്സൽ ഫയലായിട്ടൊക്കെ കിട്ടിയിട്ടുണ്ടാവും. അതിൽ വാട്സപ്പ് ഉള്ളതും ഇല്ലാത്തതും ഫിൽറ്റർ ചെയ്തെടുക്കാനുള്ള ഓപ്ഷനാണ് ഈ ഒരു ഓപ്ഷൻ എന്ന് പറയുന്നത്. പിന്നെ ഏറ്റവും ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള മറ്റൊരു ഫീച്ചേഴ്സ് എന്ന് പറയുന്നത് നമുക്ക് നമ്മുടെ ഫോണിലെ ഗ്രൂപ്പുകളിൽ നിന്ന് കോൺടാക്റ്റുകൾ ഡൗൺലോഡ് ചെയ്തെടുക്കാൻ പറ്റും. അപ്പോൾ നമ്മുടെ ഫോണിലുള്ള ഓരോ ഗ്രൂപ്പിൽ എത്ര ആളുകളുണ്ട് എന്നുള്ളതിൻ്റെയൊക്കെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള വിവരങ്ങൾ നമുക്ക് കിട്ടും. എത്ര ഗ്രൂപ്പുണ്ട്, ആ ഓരോ ഗ്രൂപ്പിൽ എത്ര ആൾക്കാരുണ്ട്, ആ ആൾക്കാരുടെ ഡാറ്റകളൊക്കെ നമ്പേഴ്സുകൾ പൂർണ്ണമായിട്ടും നമുക്ക് ഡൗൺലോഡ് ചെയ്തെടുക്കാൻ പറ്റുന്ന, ഓരോ ഗ്രൂപ്പിലും എത്ര ആളുകളുണ്ട് എന്നുള്ളതൊക്കെ കൃത്യമായിട്ട് ഡൗൺലോഡ് ചെയ്തെടുക്കാൻ പറ്റുന്ന രീതിയിൽ തന്നെ ഈ സോഫ്റ്റ്വെയറിനെ നമുക്ക് ഉപയോഗിക്കാൻ പറ്റും. ഓക്കെ, പിന്നെ റിപ്പോർട്ടിൻ്റെ ഭാഗത്ത് വന്നാൽ നമ്മൾ അയച്ചിട്ടുള്ള മെസ്സേജുകൾ നമുക്ക് അത് എത്ര എണ്ണം സെൻഡ് ആയിട്ടുണ്ട്, കംപ്ലീറ്റ് ആയിട്ടുണ്ടോ, ഫെയിലാണോ എന്നുള്ളതൊക്കെ ഈ ഭാഗത്ത് വന്നാൽ കാണാൻ പറ്റും. പിന്നീട് നമുക്ക് റിസീവ് ആയിട്ടുള്ള മെസ്സേജും കാര്യങ്ങളും കാണാം. പിന്നെ സെറ്റിങ്സിൻ്റെ ഭാഗത്ത് ചെന്നാൽ നമുക്ക് സെൻഡ് മെസ്സേജ്, പിന്നെ എത്ര അക്കൗണ്ടും മറ്റു വിഷയങ്ങളൊക്കെ അവിടെ സെറ്റ് ചെയ്ത് കൊടുക്കാൻ പറ്റും. ഡിലേ കാര്യങ്ങളും അവിടെ സെറ്റ് ചെയ്ത് കൊടുക്കാൻ പറ്റും. പിന്നെ സ്ലീപ്പിംഗ് മോഡിൽ നമുക്ക് മെസ്സേജ് അയക്കുന്ന കാര്യങ്ങളും സെറ്റ് ചെയ്ത് കൊടുക്കാം. സെൻഡ് മീഡിയ ഫയൽ സെൻഡ് ചെയ്യണോ എന്നുള്ളത് സെറ്റ് ചെയ്ത് കൊടുക്കാൻ പറ്റും. വെൽക്കം മെസ്സേജ് കാര്യങ്ങൾ, ഈ വെൽക്കം മെസ്സേജ് 1 ഡേ എന്ന് പറഞ്ഞത്, ഇപ്പോൾ നമുക്ക് ഇന്നൊരാൾ മെസ്സേജ് അയച്ചു, അപ്പോൾ നമ്മൾ വെൽക്കം മെസ്സേജ് കൊടുത്തിട്ടുണ്ട്. അയാൾ നാളെ വീണ്ടും മെസ്സേജ് അയക്കുന്ന സമയത്തേക്ക് വെൽക്കം മെസ്സേജ് പോയാൽ മതിയോ, അതല്ല അയാൾ വീണ്ടും ഒരു മെസ്സേജ് അയക്കുന്ന സമയത്തൊക്കെ വെൽക്കം മെസ്സേജ് പോകണോ എന്നുള്ളതാണ് ചോദിക്കുന്നത്. പിന്നെ കൺട്രിയും റീജിയനും സെലക്ട് ചെയ്ത് കൊടുക്കുക. അൺസബ്സ്ക്രൈബ്ഡ് എന്നുള്ളത് നമ്മൾ ആ ബട്ടൺ ഉണ്ടല്ലോ, ആ ബട്ടണ് ഇതന്നെയല്ലേ കൊടുക്കണ്ടേ എന്നുള്ളത് നമുക്ക് അതിൽ പേരെന്തെങ്കിലും മാറ്റങ്ങളിലേക്ക് അത് മാറ്റാൻ പറ്റും. പിന്നെ സ്റ്റോറേജ് ആൻഡ് അതേഴ്സാണ്. ഇത്രയും വിഷയങ്ങളാണ് നമ്മുടെ സോഫ്റ്റ്വെയറിലുള്ളത്. ഈ സോഫ്റ്റ്വെയറുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും ഡൗട്ടുകൾ ഉണ്ടെങ്കിൽ ഞങ്ങളുമായിട്ട് ചാറ്റ് ചെയ്യാം. ഓക്കെ, ഞങ്ങൾ പറഞ്ഞു തരുന്നത് നിങ്ങൾക്ക് മനസ്സിലാകുന്നില്ല എന്നുണ്ടെങ്കിൽ ഞങ്ങൾ AnyDesk ത്രൂ കണക്ട് ചെയ്തുകൊണ്ടൊക്കെ ഇതിൻ്റെ എല്ലാ കാര്യങ്ങളും ക്ലിയർ ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഓക്കെ, നമ്മുടെ അടുത്ത് മറ്റ് സോഫ്റ്റ്വെയറുകളൊക്കെ ഉണ്ട്. എല്ലാ സോഫ്റ്റ്വെയറിനെ കുറിച്ചുള്ള ഡീറ്റെയിൽഡ് ആയിട്ടുള്ള വീഡിയോകൾ തന്നെ നമ്മുടെ ചാനലിലുണ്ടാവും. നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, പരമാവധി ഷെയർ ചെയ്യുക. ഓക്കെ, താങ്ക് യു.